അതോണാക്കി ഓഫാക്കി എന്നിട്ട് അച്ഛമ്മ പിന്നെ കോഴിക്കാല് വറക്കാൻ പോവാണ് കേട്ടോ. ചിക്കൻ കറിയാണ് നമുക്ക്. ചിക്കൻ കാല് വറുത്ത് എത്ര കാലുണ്ട്? 1 2 3 4 കാല്. ഒരു കോഴിക്കാകെ 2 കാലോളോ. അപ്പൊ 2 കോഴി വെച്ചാൽ 4 കാലുണ്ട്. അത് വറക്കും. പിന്നിലുള്ളത് കൈയാണോ? പിന്നിലുള്ള അത് കൈയല്ലേ. ചിറക് അവരുടെ കൈ നമ്മുടെ കൈ പോലെ അവർക്ക് ചിറക് പറക്കാനും. അപ്പൊ ഒരു കോഴിക്ക് 4 കാലില്ലേ? ഒരു കോഴിക്ക് എവിടെ നിന്ന് നീ നടക്കണം കോഴികളെ നോക്കിയാ നീ 4 കാലം നമുക്ക് അപ്പൊ അതെ ചിക്കൻ കാല് വറക്കാട്ടാ. 1 2 കാല് കോഴി, 3 കാല് കോഴി, 4 കാല് കോഴി. ഇതൊക്കെ മൊരിയട്ടെ. മൊരിഞ്ഞ അടിപൊളിയാകുമ്പോ നമുക്ക് കോരിക്കാം. കുറച്ച് കഷ്ണം കൂടി ഇട്ടാ. ഇവിടെ ഉള്ള പിള്ളേർക്ക് മാത്രമേ കാലുള്ളൂ. പിള്ളേർക്ക് കാല് വലിയവരുണ്ട്. കുറച്ച് കൊതിയന്മാരും വലിയൊക്കെ അവർക്ക് 2 കഷ്ണം വറക്കും. ഈ 2 വറക്കുള്ളൂ. വേറെ ബാക്കിയുള്ളത് നമുക്ക് കറി എത്തിക്കാം. ഇതൊക്കെ വറുത്താൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരില്ല. അത് വറുത്ത പൊട്ടി തെറിക്കുന്ന കാലം എനിക്ക് പേടിയാ. ആ കമണ്ടും മറ്റേ എന്നിട്ട് കാര്യം ഉണ്ടാക്കുന്നുണ്ട്. അത് പൊടിയട്ടെ. നിറച്ച് നിറച്ചിട്ടാ വീണ. അപ്പൊ അത് പൊടിയട്ടേട്ടാ. കഴിക്കൂ. മൊരിയട്ടേട്ടാ. മണി അങ്ങോട്ട് നീങ്ങി മതി. അപ്പൊ ചിക്കൻ കാലൊക്കെ വറുത്തു. ഒരു വശം വറുത്തില്ലാട്ടാ. കാണിച്ചു കൊടുക്കാം മണി. ഒരിഞ്ഞുണ്ടേട്ടാ. കാണിച്ചു തരാമോ? അവിടെ ഞങ്ങളും കൂടി മതി. അപ്പുവാണോ? അപ്പനോട് വലിച്ചതാക്കാൻ വരാൻ പറ. കൊണ്ട് വലിച്ചതാക്കാൻ വരുമ്പോ ഓടണത് അപ്പോഴും 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 ഇപ്പോഴും വലിച്ചതാക്കാൻ ഭയങ്കര മതി. ലിവറിന്റെ കാര്യം തീരുമാനമായിട്ടുണ്ട്. അച്ഛൻ വിചാരിച്ച പോലെ പൊട്ടിത്തെറിച്ചൊന്നുമില്ല. അമ്മയൊക്കെ വീട്ടിൽ ലിവർ വറക്കുമ്പോ ഉരുടലാവിടെ ഒപ്പം തന്നെ അടച്ചു വെച്ചു പൊട്ടറിഞ്ഞ് പൊട്ടട്ടെ. അങ്ങനെ അടയ്ക്കാതിരിക്കാനാണ് ഇങ്ങനത്തെ പണികൾ. അപ്പൊ വേവട്ടെ. ഇനി ഈ ഭാഗം കൂടി കഴിഞ്ഞാൽ നമുക്ക് കോരിയെടുക്കാം. അപ്പൊ ചിക്കൻ കാല് കോരുന്നു. ഞാനത് പഠിക്കണേ. ശരി. ആ ലിവറാവട്ടെ.
വറുത്ത് കോരല് കഴിഞ്ഞു കേട്ടാ. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ പകർത്തണം. ഇന്ന് ആവശ്യം ഉണ്ടെങ്കിൽ അതിലൊഴിക്കാം. അപ്പോൾ വറുക്കാനായ കാരണം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചതാണ്. മാറി എടുക്കട്ടെ. ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി സവോള സവോള അധികം കണ്ടാലും അത് വഴണ്ട് വരുന്നുണ്ടാവില്ല. മനസ്സിലായ? അപ്പൊ ഇതില് പച്ചമുളക് കിട്ടും കേട്ടാ. ഉപ്പ് ഇട്ടു കേട്ടാ. അങ്ങനെ ശ്രദ്ധിക്കണമെങ്കിൽ അങ്ങനെ ശ്രദ്ധിക്കാം. അപ്പൊ മുളക് പൊടി ഇട്ടാ. മുളക് പൊടിയെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നോക്കുക. മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടാ. മിക്സ് ആക്കുക. കുരുമുളക് പൊടി കേട്ടാ. കുരുമുളക് പൊടി നോക്കിയാക്കി വെച്ചിട്ടാണോ പോയത്? മസാല കേട്ടാ. കുറച്ച് വെളിച്ചെണ്ണ ഞാൻ വറുത്തേന്ന് മാറ്റി വെച്ചിട്ടുണ്ടായി. അപ്പൊ വെളിച്ചെണ്ണ എങ്ങാനും കുറവ് തോന്നണമെങ്കിൽ ഒഴിക്കാൻ വേണ്ടി. അമ്പലത്തിന് അപ്പൊ അതിന്റെ പ്രസാദം എന്നുണ്ടാവും അവിടെ. തക്കാളി ഇട്ടാ. രാധേശ്വരം എടുത്ത് പോയിട്ട് ഞാൻ വേപ്പല മേടിച്ചു കൊണ്ടുവന്നോ. ഫ്രഷ് വേപ്പലി. ഞാൻ രാധേശ്വരം വേപ്പലിയാ. ഇതല്ല ഓരോന്ന് വന്നൊന്ന് ചോദിച്ചോട്ടാ. ഓണമെന്നുള്ള കാര്യം
അതിന്റെ കണ്ട പോയടി അറിയില്ല. പോയ ഒന്നും നീ പറയണ്ട. അപ്പൊ അതിനത് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ കേട്ടാ ഇതേ അപ്പൊ ഇറച്ചിട്ടു കേട്ടാ. അപ്പൊ ഇറച്ചിട്ട് ഇളക്കി കൂട്ടി മൂടി വെക്കാട്ടാ. ഞാൻ ആവട്ടെ അതിന്. ചിക്കൻ കറി ഇളക്കാം. അപ്പൊ ആവട്ടെ കേട്ടാ. ഉണക്കിയ അപ്പൊ ചിക്കൻ കറി ആയി തുടങ്ങിട്ടാ. അപ്പൊ ഞാനിതിലൊരു പൊടി കൈ ചെയ്യും. എല്ലാവർക്കും അറിയായിരിക്കും. അത് ഞാൻ ചെയ്യുന്ന പണിയാണ്. ഞാൻ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്നത്. ഞങ്ങൾക്ക് അധികം വെള്ളമൊന്നും ഇഷ്ടമല്ല. പക്ഷെ എന്നാലും ഗ്രേവി വേണം. അപ്പൊ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് 2 ഉരുളക്കിഴങ്ങ് എടുത്ത് അടിക്കും. കണ്ട ഇത് ഒഴിച്ച് കഴിഞ്ഞ് ഇളക്കിക്കൊണ്ട് നിൽക്കണം കേട്ടാ. അല്ലെങ്കിൽ അടി പിടിക്കും കേട്ടാ. ഉരുളക്കിഴങ്ങ് ആയ കാരണേ അടി പിടിക്കും. അപ്പൊ ഞങ്ങൾക്ക് വെള്ളം അങ്ങനെ അധികം കൂട്ടാനിൽ വേണ്ട. പക്ഷെ ഇറച്ചി കൂട്ടാനിൽ അങ്ങനെ ചാറൊന്നും ഇഷ്ടമല്ല. പക്ഷെ ഗ്രേവി വേണം. അതിന് ഞാൻ ചെയ്യുന്ന ഓരോ പണികളാണ് ഇതൊക്കെ കേട്ടാ. ഗ്രേവി ഉണ്ടാവാൻ അതെ സബോള അരച്ചു കൂട്ടും. അതേപോലെ ഉരുളക്കിഴങ്ങ് അരച്ചു കൂട്ടും. അപ്പൊ നമുക്ക് ഗ്രേവി തിക്കായിട്ട് ഗ്രേവി ഉണ്ടാവും. ഇവർക്ക് വെള്ളം ചാറോട് കൂടിയൊക്കെ ചിക്കൻ കൊടുത്താൽ അവർ പറയും കടലില് ഇറച്ചി എടുക്കുന്നത് കൂട്ടാനേ കടലായിന്ന് പറയും. അപ്പൊ അത് കാരണം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ നിങ്ങളും ഇതിങ്ങനെ കൂട്ടിന്ന് വെച്ചിട്ട് ടേസ്റ്റ് കുറവൊന്നും ഉണ്ടാവില്ല. ടേസ്റ്റ് കൂടുള്ളൂ കേട്ടാ. ഇനിയിപ്പോ അയ്യോ അരച്ചു കൂട്ടിയിട്ട് രസക്കുറവ് വരാമോന്ന് വിചാരിക്കണ്ട. എൻ്റെ ഓരോ പൊടിക്കൈകളാണ് ഞാൻ ചെയ്യുന്നത്. അതപ്പോ നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കുക. നല്ല തിക്കില് ചാറുണ്ടാവും. വെള്ളം പോലെ ചാറാവൂല. നല്ല ഗ്രേവിയായി. അത് കാരണം ഒന്നും കൂടി ആവട്ടെ. ഇറച്ചിയൊക്കെ വേവിന് കഴിഞ്ഞത് പതുക്കെ ഒന്ന് തിളക്കട്ടെ. നല്ല കറിയാണ് കേട്ടോ. നാരങ്ങ പിഴിഞ്ഞ് ആണ് അവർ ആ ചിക്കൻ വറുത്ത് തിന്നണം. കാണാൻ കാണിച്ചത്. ചിക്കൻ അങ്ങനെ കൊണ്ടു മുട്ടിക്കുന്നു. അപ്പൊ ചിക്കൻ കറി റെഡി. ജ്യൂസി ആയിട്ടിരിക്കും.
ഇനി നമുക്ക് ഒരു സർലാസ് ഉണ്ടാക്കണം. സൂപ്പറാട്ടാ. എല്ലാരും കഴിച്ചു നോക്കാം. നമ്മളിങ്ങനെ കുഴമ്പലില് വെച്ചാൽ നമുക്ക് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. എന്ന് വെച്ചാൽ വല്ലാണ്ട് ചാറായ ഇഷ്ടമില്ല. അതാണ് ഈ കറിയുടെ പ്രത്യേകത കേട്ടാ. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. കാരണം ഉരുളക്കിഴങ്ങ് അരിഞ്ഞിട്ട് വെക്കണ്ടാവായിരിക്കും. അടിച്ചു കൂട്ടുന്നത് ആരെങ്കിലും അങ്ങനെ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. ഞാൻ ചെയ്യുന്ന സൂത്രമല്ല. ഇവിടെ എങ്ങനെ കൂട്ടാൻ വെച്ചു കൊടുത്താലും ഒരു കുറ്റം പറയും. എൻ്റെ മക്കൾക്ക് പിടിക്കില്ല. എങ്ങനെ വെച്ചു കൊടുത്താൽ എത്ര രസത്തിൽ വെച്ചു കൊടുത്താലും അവര് നന്നായി എന്ന് പറയില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ ഞാൻ ഓരോ ദിവസവും ഓരോന്ന് കണ്ടുപിടിച്ച് ചെയ്യും. അപ്പൊ ഞാൻ ചെയ്യുന്ന പണിയാണ് ഈ ഉരുളക്കിഴങ്ങൊക്കെ അടിച്ചു പിടിക്കുന്നത്. ഈ കൂട്ടാൻ കൂട്ടിയിട്ടായാലും പിന്നെ കഴിഞ്ഞപ്പോ ഒരു പറയും ഒരു രസം ഉണ്ടായില്ല. അവിടെ ആരോ വിളിക്കുന്നു. ആരാ അതാ കഴിഞ്ഞ കൂട്ടാൻ റെഡി ആയില്ലേ? ആരാ നോക്കിയേ? അപ്പൊ കൂട്ടാൻ റെഡിട്ടാ. കണ്ട കൂട്ടാൻ സൂപ്പർ കൂട്ടാനാട്ടാ. വെച്ച് നോക്കിയോളാം. ഓരോ ദിവസം ഓരോ കൂട്ടാൻ വെക്കുന്നത് നന്നായില്ല എന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യത്തിന് നന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരാ സൂത്രങ്ങൾ പറയുന്നേട്ടാ. അല്ലാണ്ട് എൻ്റെ കൂട്ടാൻ മോശമായിട്ടല്ല. അതെ, അമ്മ അങ്ങനെ ചെയ്യുമ്പോ പിന്നെ അടുത്ത പ്രാവശ്യത്തിന് നന്നായി കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് അവരാ പറയുന്നത്. അപ്പൊ കൂട്ടാൻ ഇങ്ങനെ വെച്ച് നോക്ക്. സൂപ്പർ കൂട്ടാനാണ്. ഞാൻ ഇനി ഒരു സർലാസ് ഉണ്ടാക്കിയിട്ട് കാണിക്കാട്ടാ. സർലാസിനുള്ളത് കേട്ടാ. പച്ചമുളക്, ഇഞ്ചി, സവോള, ചുമന്നുള്ളിട്ടാ. ഉപ്പിട്ടു. കണ്ടാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടു. നമ്മൾ കൈ കൊണ്ടാണ് തിരുമ്പണ്ടത് കേട്ടാ. ഞാൻ കൈ കൊണ്ട് തിരുമ്പില്ല. കാരണം മത്തങ്ങ മുളകാണ് ഇവിടെ മേടിക്കുന്നത്. ഏത് കറിയിലേക്കായാലും സർലാസിനായാലും ഉപ്മാവിനായാലും ഞങ്ങൾ അങ്ങനത്തെ മത്തങ്ങ മുളക് മേടിക്കാം. നല്ല മുളക് എന്ന് പറഞ്ഞാൽ അതാണ് ഇവിടെ ഇഷ്ടമല്ല. അപ്പോൾ ഉപ്പിട്ട് ഇതൊക്കെ കൂടി കൈകൊണ്ട് നല്ലോണം തിരുമ്പും. ഞാനപ്പോൾ അത് സ്പൂണോണ്ടാ തിരുമ്പണം കേട്ടാ. എന്തെങ്കിലും ആവശ്യത്തിന് മുമ്പ് എങ്ങനെ വന്നാലേ മോന്ത കഴുകേ മൂന്ന് തുടക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ പറ്റില്ല. അല്ല തൈര് കേട്ടാ. അനങ്ങാണ്ട് നിൽക്കാൻ പറഞ്ഞു. അതാവൂപ്പോ കൈയാട്ട്. ഒരു ഞങ്ങളോട് വെറുക്കുമ്പോ അവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമായിട്ട് നല്ല പുളി ആണ്. ഇതൊക്കെ ഒന്ന് കാണിച്ചാൽ അപ്പൊ ചിക്കൻ കറിയാണ് കേട്ടാ. ചിക്കൻ കറി വേണ്ട ഇങ്ങനെയാവും ഗ്രേവി.
അടിപൊളി ഹീവി കണ്ട സർലാസ് സർലാസ് പിന്നെ ചിക്കൻ വറുത്തതും. അപ്പൊ ഇന്നത്തെ ഉച്ചക്കലത്തെ ഭക്ഷണത്തിനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ എല്ലാവർക്കും എന്താ പറയാ, എല്ലാവർക്കും എന്നാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരും സഹായിക്കുക. അപ്പൊ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ ഇന്നത്തെ ഉച്ച പരിപാടി. ടാറ്റാ.